ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീലിങ്ങിനെ കുറിച്ചാണ്. NSQF ലെവൽ 4 1.2 വേർഷൻ ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ ട്രേഡിൻ്റെ സിലബസിനെ ആധാരമാക്കി തയ്യാർ ചെയ്തിട്ടുള്ളതാണ് ഈ ക്ലാസ്. ലേണിംഗ് ഔട്ട്കം നമ്പർ 12, ലെസൺ നമ്പർ 49. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്സ്: ഇൻട്രൊഡക്ഷൻ ടു ദ ടോപ്പിക്, ഡെഫിനിഷൻ ഓഫ് സീലിംഗ്, ടൈപ്സ് ഓഫ് സീലിംഗ്, ഡെഫിനിഷൻ ഓഫ് ഫോൾ സീലിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് ഫോൾ സീലിംഗ്, ഇൻസ്റ്റലേഷൻ ഓഫ് ഫോൾ സീലിംഗ് എന്നിവയാണ്. സീലിങ്ങിനെ കുറിച്ചും ഫോൾ സീലിങ്ങിനെ കുറിച്ചും പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് എന്താണ് ബിൽഡിംഗ്, സ്ട്രക്ചറൽ കമ്പോണൻസ് ഓഫ് എ ബിൽഡിംഗ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ബിൽഡിംഗ് ഈസ് എനി യൂണിറ്റ് കൺസ്ട്രക്റ്റഡ് വിത്ത് വാൾസ്, ഫ്ലോർ ആൻഡ് റൂഫ്. ഫ്ലോറും വാൾസും റൂഫുമുള്ള ഏതൊരു യൂണിറ്റിനെയും നമുക്ക് ബിൽഡിംഗ് എന്ന് പറയാം. ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫൗണ്ടേഷൻ, പ്ലിന്ത്, ഫ്ലോർ, വാൾ, ലിൻഡൽ ആൻഡ് സൺഷെയ്ഡ്, റൂഫ് എന്നിവയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻസ് എന്ന് നമുക്കറിയാം. ഒരു ബിൽഡിങ്ങിൻ്റെ ഇൻവിസിബിളായിട്ടുള്ള പാർട്ടാണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനാണ് കെട്ടിടത്തിൻ്റെ മുഴുവൻ ഭാരത്തെയും ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. ഫൗണ്ടേഷന് തൊട്ട് മുകളിലായി പണിയുന്ന പാർട്ടിനെ പ്ലിന്ത് എന്ന് പറയുന്നു. പ്ലിന്താണ് ഗ്രൗണ്ട് ലെവലിനെയും ഫ്ലോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൽ പാർട്ട്. പ്ലിന്തിൻ്റെ അഥവാ ബേസ്മെൻറ്റിൻ്റെ ഉൾഭാഗം മണ്ണ് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്ത് അതിനെ ഫ്ലോർ എന്ന് പറയുന്നു. പ്ലിന്തിന് നേരെ മുകളിലായി വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. വാൾസിൽ ഡോർസും വിൻഡോസും പ്ലേസ് ചെയ്യുന്നു. ഡോർസിൻ്റെയും വിൻഡോസിൻ്റെയും മുകളിലായി കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറൽ പാർട്ടിനെ ലിൻഡൽ എന്ന് പറയുന്നു. ഡോർസും വിൻഡോസും എക്സ്റ്റേണൽ ഫേസിലാണ് വരുന്നതെങ്കിൽ ലിൻഡലിനോട് ചേർത്ത് സൺഷെയ്ഡ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ലിൻഡലിന് മുകളിലായി നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറൽ പാർട്ടാണ് റൂഫ്. നമുക്കിനി എന്താണ് സീലിംഗ് എന്ന് നോക്കാം. സീലിംഗ് ഈസ് ദ അപ്പർ ഇൻറ്റീരിയർ പാർട്ട് ഓഫ് എ റൂം. ഒരു മുറിയുടെ ഉൾഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഏറ്റവും മുകളിലായി കാണുന്ന പോർഷനെയാണ് സീലിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് സീലിംഗ് ഉണ്ടെന്ന് നോക്കാം. കൺവെൻഷണൽ ടൈപ്പ് സീലിംഗ്, സസ്പെൻഡഡ് ടൈപ്പ് സീലിംഗ്. കൺവെൻഷണൽ ടൈപ്പ് സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റൂഫിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് ഫോം ചെയ്യുന്ന സീലിങ്ങിനെയാണ് കൺവെൻഷണൽ ടൈപ്പ് സീലിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് കൺവെൻഷണൽ ടൈപ്പ് സീലിംഗ് എന്ന് നോക്കാം. കൺവെൻഷണൽ ടൈപ്പ് സീലിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൂഫിൻ്റെ ഡിസൈൻ അനുസരിച്ച് റൂമിൻ്റെ ഉൾഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് കൺവെൻഷണൽ ടൈപ്പ് സീലിംഗ് എന്ന് പറയുന്നത്. അതിലൊന്നാമത്തേത് ഫ്ലാറ്റ് സീലിംഗ് ആണ്. ഫ്ലാറ്റ് സീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കാണുന്നതാണ് ഫ്ലാറ്റ് സീലിംഗ്. മൂന്നാമത്തെ ടൈപ്പ് ഷെഡ് ഓർ സ്ലോപ്ഡ് സീലിംഗ് ആണ്. ഷെഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം സ്ലോപ്പ് ചെയ്തിട്ടുള്ള സീലിംഗ്, വളരെ ചെറിയൊരു ഡിഗ്രി മാത്രം ആംഗിളിലായിരിക്കും സ്ലോപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതിനെയാണ് ഷെഡ് സീലിംഗ് എന്ന് പറയുന്നത്. നാലാമത്തേത് കത്തീഡ്രൽ ഓർ ഗോതിക് സീലിംഗ് ആണ്. ഗോതിക് ടൈപ്പിൽ നമ്മൾ റൂഫ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ പാർട്ടിൽ കിട്ടുന്ന സീലിങ്ങിനെയാണ് നമ്മൾ ഗോതിക് സീലിംഗ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ടൈപ്പ് കൺവെൻഷണൽ സീലിംഗ് ആണ് വോൾട്ടഡ് സീലിംഗ്. വോൾട്ടഡ് ഷേപ്പിലാണ് നമ്മൾ ഒരു കർവേച്ചർ ഷേപ്പിലാണ് റൂഫ് ചെയ്യുന്നതെങ്കിൽ അതേ ഷേപ്പിൽ തന്നെയായിരിക്കും അതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടും ലഭിക്കുന്നത്. ഈ ടൈപ്പ് സീലിങ്ങിനെ പറയുന്ന പേരാണ് വോൾട്ടഡ് സീലിംഗ്. ആറാമത്തെ സീലിംഗ് ആണ് ഡോം സീലിംഗ്. നമ്മുടെ റൂഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു ഡോമിൻ്റെ ഷേപ്പിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡോം സീലിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായും 6 ടൈപ്പ് കൺവെൻഷണൽ സീലിങ്ങുകളാണുള്ളത്. ഫ്ലാറ്റ്, ഗേബിൾഡ്, സ്ലോപ്പ് ഓർ ഷെഡ്, കത്തീഡ്രൽ ഓർ ഗോതിക്, വോൾട്ടഡ്, ഡോം. രണ്ടാമത്തെ ടൈപ്പ് സീലിംഗ് ആണ് സസ്പെൻഡഡ് ടൈപ്പ് സീലിംഗ്.
സസ്പെൻഡഡ് ടൈപ്പ് സീലിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഫോൾ സീലിംഗ്. ഫോൾ സീലിംഗ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് സീലിംഗ് കൺസീലിംഗ് ദ. യഥാർത്ഥമായ സീലിങ്ങിനെ കൺസീൽ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ മറച്ചുകൊണ്ട് നിർമ്മിക്കുന്ന രണ്ടാമത്തെ സീലിങ്ങിനെ പറയുന്ന പേരാണ് ഫോൾ സീലിംഗ്. മെയിൻ സീലിങ്ങിൽ നിന്നും തൂക്കിയിട്ടിരിക്കുന്നത് പോലെയുള്ള സീലിങ്ങിനെയാണ് ഫോൾ സീലിംഗ് അഥവാ സസ്പെൻഡഡ് സീലിംഗ് എന്ന് പറയുന്നത്. The space above the suspended ceiling, that is the open space between false ceiling and main ceiling, is called plenum space. മെയിൻ സീലിങ്ങിനും ഫോൾ സീലിങ്ങിനും ഇടയിൽ രൂപപ്പെടുന്ന ഓപ്പൺ സ്പേസിനെ പറയുന്ന പേരാണ് പ്ലീനം സ്പേസ്. ഈ പ്ലീനം സ്പേസിലൂടെയാണ് അല്ലെങ്കിൽ ഈ ഓപ്പൺ സ്പേസിലൂടെയാണ് ഇലക്ട്രിക്കൽ കേബിൾസ്, പ്ലംബിംഗ് ലൈൻസ്, അതുപോലെ തന്നെ AC-യുടെ ഡക്റ്റുകൾ എല്ലാം പാസ് ചെയ്യുന്നത്. ഫോൾ സീലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇംപ്രൂവ്സ് എസ്തെറ്റിക്കൽ അപ്പിയറൻസ് ആൻഡ് പ്രൊപ്പോർഷൻ ബൈ മാനേജിങ് റൂം, ബേസിക്കലി ഹൈറ്റ്. അതായത് ഒരു മുറിയുടെ ഭംഗി കൂട്ടുന്ന ഘടകങ്ങളായ അതിൻ്റെ ഷേപ്പ്, അതിൽ നൽകിയിരിക്കുന്ന നിറങ്ങൾ, അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ, അതുകൂടാതെ തന്നെ അതിൻ്റെ റൂമിൻ്റെ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള പ്രപ്പോർഷനും മാനേജ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വളരെയധികം സഹായകമാണ്. ഇറ്റ് ഹൈഡ്സ് ഡക്റ്റിംഗ് ആൻഡ് കൺസീൽസ് അഗ്ലി സ്ട്രക്ചറൽ മെമ്പേഴ്സ് ലൈക്ക് ബീംസ് എക്സെട്ര that usually spoil the look of the room and conceal varied service lines, structural features, open pipes and wiring and air conditioning ducts. ഒരു റൂമിൻ്റെ ഭംഗിയെ ബാധിക്കുന്ന എന്നാൽ സ്ട്രക്ചറൽ മെമ്പറായ ബീമിനെ കൺസീൽ ചെയ്ത് കളയാൻ അല്ലെങ്കിൽ അതിനെ ഹൈഡ് ചെയ്ത് കളയുന്നതിന് വേണ്ടി ഫോൾ സീലിംഗ് സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ വിവിധങ്ങളായ സർവീസ് ലൈൻസായ പൈപ്പ്സ്, വയറിങ്സ്, എയർ കണ്ടീഷനിങ് ഡക്ട്സ് എന്നിവയെല്ലാം മറയ്ക്കുന്നതിന് വേണ്ടിയും നമുക്ക് ഫോൾ സീലിംഗ് സഹായിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസുലേഷൻ ഫ്രം ഹീറ്റ്. റൂമിനകത്തെ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി ഫോൾ സീലിംഗ് സഹായിക്കുന്നു. ഇറ്റ് ഗീവ്സ് അക്കോസ്റ്റിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ്. ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് ആൻ എഫക്റ്റീവ് സോണിക് സിസ്റ്റം, എസ്പെഷ്യലി ഇൻ auditoriums, cinema halls or recording studios. It is known as acoustic ceiling. റെക്കോർഡിംഗ് സ്റ്റുഡിയോ, സിനിമ ഹാൾസ്, ഓഡിറ്റോറിയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ശബ്ദത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള അക്കോസ്റ്റിക് സീലിംഗും നൽകി വരുന്നുണ്ട്. ഇതും ഫോൾ സീലിംഗിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ആസ് എ ഡിസൈൻ എലമെൻറ്റ് ടു ക്രിയേറ്റ് വേരിയസ് ഷേപ്സ് ആൻഡ് കർവ്സ്. ഒരു ഡിസൈൻ എലമെൻ്റ് എന്ന നിലയിൽ വിവിധങ്ങളായ ഷേപ്പുകളും കർവുകളും സീലിംഗിൽ നൽകുന്നതിന് വേണ്ടി ഫോൾ സീലിംഗ് ഉപയോഗിക്കാം. ഫോൾ സീലിംഗ് വിൽ ഹോൾഡ് ഫയർ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഇൻ ദ റൈറ്റ് പ്ലേസ്. ഫയർ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആയ സ്പ്രിങ്ക്ലർ കൃത്യമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിന് ഫോൾ സീലിംഗ് നമ്മെ സഹായിക്കുന്നു. It gives more options to use special lighting systems such as cove lighting, wall washers, floating effects and so on. സ്പെഷ്യൽ ലൈറ്റ് എഫക്ട്സ് ആയ കോവ് ലൈറ്റിംഗ്, ഫ്ലോട്ടിംഗ് സീലിംഗ്, അതുപോലെ വാൾ വാഷേഴ്സ് എന്നിവ ഉപയോഗിക്കുന്നതിനായി ഫോൾ സീലിംഗ് സഹായിക്കുന്നു. In short, because of fall ceiling, obtain good aesthetical appearance to the interior, easy access to home systems like plumbing, wiring, network cables, etc., soundproofing, energy efficiency like heat insulation and AC usage, fire safety. ചുരുക്കത്തിൽ ഫോൾ സീലിംഗ് നൽകുന്നതുകൊണ്ട് ഒരു റൂമിൻ്റെ ഭംഗി കൂട്ടുവാൻ നമുക്ക് സാധിക്കുന്നു. അതുകൂടാതെ തന്നെ അവിടുത്തെ സ്ട്രക്ചറൽ മെമ്പേഴ്സിനെ ഹൈഡ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കുന്നു. അതോടൊപ്പം പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ്, നെറ്റ്വർക്ക് കേബിൾസ്, ഫയർ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എന്നിവയെ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. അതുകൂടാതെ തന്നെ സൗണ്ട് പ്രൂഫിങ്ങിന് വേണ്ടി നൽകുന്ന അക്വാസ്റ്റിക്കൽ സീലിംഗ് ഉള്ളതുകൊണ്ട് അവിടുത്തെ ശബ്ദത്തെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. കൂടാതെ എനർജിയെ, അതായത് AC-യുടെ ഉപയോഗത്തെ കുറയ്ക്കുവാനായിട്ടും നമുക്ക് സാധിക്കുന്നു.
എങ്ങനെയാണ് ഒരു ഫോൾ സീലിംഗ് ഇൻസ്റ്റലേഷൻ നടത്തുന്നത് എന്ന് നോക്കാം. Installation of fall ceiling. Firstly, all required measurements of ceiling and ceiling to floor height is taken for each room where fall ceiling is to be installed. ഒരു ഇൻറ്റീരിയർ ഡിസൈനറുടെ സഹായത്തോടെ ഫോൾ സീലിംഗിൻ്റെ ഡിസൈൻ തയ്യാറാക്കുന്നു. അതിനുവേണ്ടി ആദ്യപടിയായി സീലിംഗിൻ്റെ മെഷർമെൻറ്റുകൾ എടുക്കുന്നു. നീളവും വീതിയും കൃത്യമായി അളന്നെടുക്കുന്നു. അതുകൂടാതെ തന്നെ ഫ്ലോർ മുതൽ സീലിംഗ് വരെയുള്ള ഹൈറ്റ് അളന്നെടുക്കുന്നു. ഇവയെല്ലാം ചേർത്തിട്ട് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ കൃത്യമായ ഡ്രോയിങ്ങുകൾ തയ്യാറാക്കുന്നു, ഡിസൈനുകൾ ഫോം ചെയ്യുന്നു, അതിൻ്റെ 3D വ്യൂസ് റെഡിയാക്കുന്നു. അതിനുശേഷമാണ് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഡിപ്പെൻഡിങ് ഓൺ സൈസ്, ദാറ്റ് ഈസ് ഏരിയ ഓഫ് റൂംസ് വെയർ ഇറ്റ് നീഡ്സ് ടു ബി ഇൻസ്റ്റാൾഡ്. ഡിസൈൻ തയ്യാറായതിന് ശേഷം അതിന് വേണ്ട മെറ്റീരിയലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുന്നു, അതിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് എല്ലാം ആ റൂമിൻ്റെ സൈസും ഡിസൈൻ്റെ സ്റ്റൈലും ബേസ് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. The ceiling leveling is done with water because most of the times the slabs are not leveled. The ceiling needs to be one level for correct installation of fall ceiling. ഇൻറ്റീരിയർ ഡിസൈനറുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഫോൾ സീലിംഗ് ഡിസൈനും മെറ്റീരിയൽ ഫൈനലൈസേഷനും പൂർത്തിയായതിനു ശേഷം നമുക്ക് ഫോൾ സീലിംഗ് ഇൻസ്റ്റലേഷനിലേക്ക് പ്രവേശിക്കാം. അതിനായി ആദ്യമായി സീലിംഗിൻ്റെ ലെവലിംഗ് എങ്ങനെയാണ് എന്ന് നോക്കുന്നു. അതിന് വാട്ടർ ലെവലിൻ്റെ സഹായത്തോടെ സ്ലാബിൻ്റെ ലെവൽസ് പരിശോധിക്കുന്നു. സ്ലാബിൻ്റെ ലെവൽസ് പരിശോധിച്ച് അതിൻ്റെ ലെവൽസ് എല്ലാം കറക്റ്റാക്കിയതിന് ശേഷം ഫോൾ സീലിംഗിൻ്റെ ലെവലുകൾ മാർക്ക് ചെയ്യുന്നു. After leveling procedure is complete, marking is done. Marking is done on ceiling at a distance of 4 feet each. Marking is also done inside walls at the height where the fall ceiling will be suspended below the original ceiling. ലെവലിംഗ് പ്രൊസീജിയറിന് ശേഷം ഫോൾ സീലിംഗിൻ്റെ ഡിസ്റ്റൻസും ഹൈറ്റും മാർക്ക് ചെയ്യുന്നു. ഫോൾ സീലിംഗിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഏതെല്ലാം ഹൈറ്റിൽ വരുന്നു എന്ന് നോക്കി സൈഡ് വാൾസിലും ഒറിജിനൽ സീലിംഗിലും അതിൻ്റെ ഡിസ്റ്റൻസുകൾ അടയാളപ്പെടുത്തും. Hooks are fixed to the ceiling. These fittings become the chief support points of fall ceiling. ഫോൾ സീലിംഗിൻ്റെ ഹൈറ്റും ഡിസ്റ്റൻസും മാർക്ക് ചെയ്തതിന് ശേഷം ഹുക്സ് ഫിക്സ് ചെയ്യുന്നു. മെറ്റൽ ഹുക്സ് ആണ് ഒറിജിനൽ സീലിംഗിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഈ ഹുക്സ് ആയിരിക്കും ഫോൾ സീലിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് പോയിൻ്റ്. വൺസ് ദ ഹുക്സ് ആർ ഫിറ്റഡ്, ഫ്രെയിമിംഗ് ഈസ് ഡൺ. For framing, perimeter channels are fitted on the walls at a height where fall ceiling will be suspended. The perimeter channels and free end of hooks are connected with the other channels. This arrangement becomes the fixed section of fall ceiling that act as the main foundation of fall ceiling. To hang or support fall ceiling from main ceiling, anchor fasteners are used. Anchor fasteners provide great support to secondary ceiling. If fall ceiling may tend to bend or fall if hung or supported on normal screws. മെയിൻ സീലിംഗിൽ നിന്നുള്ള ഹുക്സ് ഫിക്സിങ്ങിന് ശേഷം ഫോൾ സീലിംഗിൻ്റെ ഫ്രെയിം വർക്ക് നടത്തുന്നു. ഫ്രെയിം വർക്ക് ആ റൂമിൻ്റെ മുഴുവൻ സീലിംഗിനെയും ഉൾപ്പെടുത്തിയായിരിക്കും ചെയ്യുന്നത്. മെയിൻ ചാനൽസും ഹുക്സും സപ്പോർട്ടിംഗ് ചാനൽസും നന്നായി കണക്ട് ചെയ്ത് നിർത്തുന്നു. ഇത് ഫോൾ സീലിംഗിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുകൂടാതെ ഫോൾ സീലിംഗിനെ നന്നായി സപ്പോർട്ട് ചെയ്യാനും ഹാങ് ചെയ്ത് നിർത്തുന്നതിനും വേണ്ടി ആങ്കർ ഫാസ്റ്റനേഴ്സ് ഉപയോഗിക്കുന്നു. ആങ്കർ ഫാസ്റ്റനേഴ്സ് ഫോൾ സീലിംഗ് ബെൻഡ് ചെയ്യാനോ ഫോൾ ചെയ്യാനോ ഉള്ള മുഴുവൻ സാധ്യതകളെയും തടഞ്ഞുകൊണ്ട് അതിനു വേണ്ട മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നു. Ceiling sections are then fitted to the main foundation, forming much precised framing that enables attaching plasterboard or any other material used for fall ceiling.
The section joints created are connected using clips that offer strong and durable joints. These connecting clips also help for easy installations of plasterboard. ഫോൾ സീലിംഗ് ഫ്രെയിംവർക്കിലേക്ക് സീലിംഗ് സെക്ഷൻസ് ഫിറ്റ് ചെയ്യുന്നു. ഈ സീലിംഗ് സെക്ഷൻസ് പ്ലാസ്റ്റർ ബോർഡിനെയോ മറ്റേതൊരു ഫോൾ സീലിംഗ് മെറ്റീരിയലിനെയും അതിൻ്റെ കൃത്യമായ സ്ഥലത്ത് നിലനിർത്തുന്നതിനും ഈ ഫ്രെയിംവർക്കുമായി അറ്റാച്ച് ചെയ്ത് നിർത്തുന്നതിനും സഹായിക്കുന്നു. സെക്ഷൻ ജോയിൻറ്റ്സ് കണക്റ്റിംഗ് ക്ലിപ്സ് വെച്ചിട്ട് സ്ട്രോങ് ആക്കുന്നു. ഈ കണക്റ്റിംഗ് ക്ലിപ്സ് പ്ലാസ്റ്റർ ബോർഡിനെയോ മറ്റേതൊരു ഫോൾ സീലിംഗ് മെറ്റീരിയലിനെയും വളരെ ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. വൺസ് ദ ഫ്രെയിംവർക്ക് ഈസ് കംപ്ലീറ്റ്, വയറിംഗ് ഫോർ ലൈറ്റ്സ്, ഫാൻ ആൻഡ് അതർ നെസസറി ഇലക്ട്രിക്കൽ വർക്ക് ഈസ് കംപ്ലീറ്റഡ്. ഫോൾ സീലിംഗ് ഫ്രെയിംവർക്ക് പൂർത്തീകരിച്ചത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ടുള്ള വയറിങ്സും ഫാൻ പോയിൻറ്റ്സും മറ്റെന്തെങ്കിലും ഇലക്ട്രിക്കൽ ആക്സസറീസോ AC ഡക്റ്റുകളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് പിന്നീട്. ഈ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം വർക്ക് പൂർത്തിയായി എന്ന് പറയാം. പ്ലാസ്റ്റർ ബോർഡ് ഓഫ് റിക്വയർഡ് തിക്നെസ് ഈസ് ദെൻ അറ്റാച്ച്ഡ് ടു ദ ഫ്രെയിംവർക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് ഡ്രൈവോൾ സ്ക്രൂസ്. ഫോൾ സീലിംഗ് ഫ്രെയിംവർക്കും വയറിങ്ങും പൂർത്തീകരിച്ചതിന് ശേഷം പ്ലാസ്റ്റർ ബോർഡോ മറ്റേതൊരു ഫോൾ സീലിംഗ് മെറ്റീരിയലോ നമുക്ക് ഈ ഫ്രെയിംവർക്കിലേക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. The joints and edges are covered and finished using jointing compound and paper tape. This not only gives the ceiling a clean finish but also strengthens the joints. The false ceiling is given a smooth finish with skimming plaster. ഫ്രെയിം വർക്കിലേക്ക് ഫോൾ സീലിംഗ് മെറ്റീരിയൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ജോയിൻസും എഡ്ജസും ജോയിൻറ്റിംഗ് കോമ്പൗണ്ടോ പേപ്പർ ടേപ്പോ വച്ച് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഫിനിഷ് മാത്രമല്ല, ആ ജോയിൻസിനെ നന്നായി സ്ട്രെങ്തൻ ചെയ്യുവാനും സഹായിക്കുന്നു. വൺസ് ദ ഫിനിഷിംഗ് പ്രോസസ് ഈസ് ഓവർ, ഇലക്ട്രീഷ്യൻസ് ആർ കോൾഡ് ടു ഇൻസ്റ്റാൾ ലൈറ്റ് ഫിറ്റിംഗ്സ്, ഡു ഫൈനൽ വയറിംഗ് ആൻഡ് അതർ ഇലക്ട്രിക്കൽ വർക്ക്സ്. ഫോൾ സീലിംഗിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇലക്ട്രീഷ്യൻസിന് ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം പൂർത്തീകരിക്കാവുന്നതാണ്. The ceiling is now ready to be painted. ഫോൾ സീലിംഗിൻ്റെ ഫിനിഷിംഗ് വർക്കുകളും ഇലക്ട്രീഷ്യൻസിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകളും പൂർത്തീകരിച്ചതിന് ശേഷം പെയിൻറ് ചെയ്ത് ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി ഫോൾ സീലിംഗ് വർക്കുകൾ പൂർത്തീകരിക്കാവുന്നതാണ്. Time taken to do false ceiling. A basic rectangular false ceiling will take a week's time to be ready. While to have a curvature or any other design, false ceiling will take 15 to 20 days time. ഒരു സാധാരണ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഫോൾ സീലിംഗ് പൂർത്തീകരിക്കുന്നതിന് ഒരാഴ്ച സമയം മതിയാകും. ഏതെങ്കിലും തരത്തിലുള്ള കർവേച്ചറുകളോ ഡിസൈൻസോ ഹൈറ്റ് ഡിഫറൻസോ ഉള്ള ഫോൾ സീലിംഗ് ഡിസൈൻ ആണെങ്കിൽ 15 മുതൽ 20 ദിവസം വരെ ഫോൾ സീലിംഗ് വർക്കുകൾ പൂർത്തീകരിക്കാനായി എടുത്തേക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് സീലിംഗ്, ഏതൊക്കെ ടൈപ്പ് സീലിങ്ങുകളാണോ ഉള്ളത്, എന്താണ് കൺവെൻഷണൽ ടൈപ്പ് സീലിംഗ്, എന്താണ് സസ്പെൻഡഡ് സീലിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് ഫോൾ സീലിംഗ് ഏതൊക്കെയാണ്, ഇൻസ്റ്റലേഷൻ ഓഫ് ഫോൾ സീലിംഗ് എന്താണ് എന്നീ കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് ഫോൾ സീലിംഗ് ആണ്. ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ 1 ഇയർ ട്രേഡിൻ്റെ സിലബസിനെ ആധാരമാക്കിയാണ്. ക്ലാസ്സിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.